ട്വിസ്റ്റോട് ട്വിസ്റ്റുള്ള ഒരു സൂപ്പർ സ്റ്റോറി. കൊള്ളാം. ഇത്തവണ നീ ശരിക്കും 8ന്റെ പണി മേടിച്ചല്ലേ? സത്യം പറഞ്ഞാ വിശ്വസിക്കാൻ പറ്റാതെ അത്രയും കുറഞ്ഞ വിലയ്ക്ക് ഒരു കിടിലൻ വീട് കണ്ടപ്പോ നീ അതിൽ ചാടി പിടിച്ചു. എന്നിട്ട് ഇപ്പൊ അവിടേക്ക് താമസം മാറിയപ്പോഴാണ് അവിടെ ചില പ്രശ്നങ്ങളുണ്ടെന്ന് നിനക്ക് മനസ്സിലായത്. അതന്നെ ഈ സൂപ്പർ നാച്ചുറൽ ടൈപ്പ് പേടിപ്പിക്കുന്ന സംഭവങ്ങൾ. രാത്രിയുള്ള ആ തട്ടലും മുട്ടലും, തുറക്കുന്നതും അടയുന്നതായ വാതിലുകളും, പിന്നെ ആൾക്കാരില്ലെങ്കിലും കേൾക്കുന്ന സംസാരങ്ങളും മടക്കം പറച്ചിലുകളും. ഇതൊക്കെ നീ വിചാരിക്കുന്നതിലും കോമൺ ആണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലെ ഡേഞ്ചർ പലർക്കും അറിയില്ല. നിന്റെ പറമ്പിൽ ഏതോ ഗതി കിട്ടാത്ത ആത്മാക്കൾ ഉണ്ടെന്നതിന്റെ തെളിവായിരിക്കാം ഇത്. ചിലപ്പോൾ അവിടെ താമസിച്ചിരുന്ന അപ്പൂപ്പനോ അമ്മൂമ്മയോ തട്ടുംപുറത്ത് കയറി തീ കൊളുത്തി മരിച്ചതായിരിക്കാം. അല്ലെങ്കിൽ അവിടെ പണ്ടുണ്ടായിരുന്ന ഒരു അപ്പൻ ഭ്രാന്ത് കയറി മക്കളെ കൊന്ന് അവരുടെ ബ്ലഡ് കൊണ്ട് അവിടെ പെയിന്റ് അടിച്ചതായിരിക്കാം. അതും അല്ലെങ്കിൽ അമ്മ അതിലേതെങ്കിലും ഒരു റൂമില് പിശാചുക്കളെ വിളിച്ചു വരുത്താൻ നോക്കിയതും ആയിരിക്കാം. ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് കുറച്ചെങ്കിലും റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, എന്നിട്ട് നീ ഹെൽപ്പിന് വേണ്ടി ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുകയായിരുന്നെങ്കിൽ, നീ ഇപ്പൊ എത്തിയിരിക്കുന്നത് കറക്റ്റ് സ്ഥലത്താണ്. എനിക്ക് നേത്തൻ എന്ന പേരുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. അല്ല, ഉണ്ടായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സൗത്ത് ജോർജിയയിൽ അവനൊരു വീട് കണ്ടുപിടിച്ചു. കാടിനോട് ചേർന്നുള്ളൊരു ഐലാൻഡ് ഏരിയയിലുള്ള വീടായിരുന്നു അത്. നല്ലൊരു പഴയ കൊളോണിയൽ സ്റ്റൈൽ വീട്. ഏകദേശം 5000 സ്ക്വയർ ഫീറ്റ്, 6 ബെഡ്റൂം, 6 ബാത്റൂം, കൂടെ നല്ല വെള്ള വേലിയും കെട്ടി 12 ഏക്കർ സ്ഥലവും. ശരിക്കും പറഞ്ഞാൽ ഒരു അമേരിക്കൻ ഡ്രീം ഹൗസ്. പക്ഷെ അതിന്റെ വില വിശ്വസിക്കാൻ പറ്റാത്തത്ര കുറവായിരുന്നു. സാധാരണ ആരെങ്കിലും ആണെങ്കിൽ അവിടെ എന്തെങ്കിലും പന്തികേടുണ്ട് എന്ന് വിചാരിച്ചേനെ. പക്ഷെ നീത്തൻ ഒരു ഇഡിയറ്റ് ആയിരുന്നു. ഈ പൗരുഷം ഉണ്ടെങ്കിൽ ജീവിതത്തിലെ എന്ത് പ്രശ്നവും നേരിടാം എന്ന് വിചാരിക്കുന്ന ഒരു ടൈപ്പ് കോൺഫിഡന്റ് വിഡ്ഢി. മരിച്ചവരെ പറ്റി മോശം പറയുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. സ്പോയിലർ അലേർട്ട്, അവൻ മരിച്ചു. പക്ഷെ അവൻ എങ്ങനെയുള്ള ആളായിരുന്നു എന്ന് കറക്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറയുന്നത്. ഈ ജിമ്മിലൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്ന, മറ്റുള്ളവരുടെ ഗേൾ ഫ്രണ്ട്സിനൊക്കെ ലൈൻ അടിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ടൈപ്പ് ആൽഫാമേൽ. അവനെ സംബന്ധിച്ച് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെ ഈഗോ ഒന്ന് പൊക്കി കൊടുക്കാനുള്ള ഒരാൾ മാത്രമാണ്. അവന്റെ വൈഫ് ജെയിൻ പണ്ട് എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിരുന്നു. അവർക്ക് 2 മക്കളുണ്ട്, നത്താലിയും മെയ്സണും. രണ്ടും ഭയങ്കര തല്ലിപ്പൊളി പിള്ളേരായിരുന്നു. ഉണ്ടായ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇവരെ പറ്റി ഇത്രയും ഓപ്പണായി പറയുന്നത്. നേത്തിനെ പറ്റിയ അബദ്ധം, അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. അവൻ ചില ചെറിയ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തെങ്കിൽ ഇതൊക്കെ എളുപ്പത്തിൽ ഒഴിവാക്കായിരുന്നു. അവന്റെ ഫ്യൂണറലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെ പറ്റി ചിന്തിച്ചു. നമ്മുടെ വീട് ഒരു പ്രേതാലയമാണ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ടാവേണ്ടതാണ് എന്നെനിക്ക് തോന്നി. അപ്പൊ നമുക്ക് തുടങ്ങാം. റൂൾ നമ്പർ 1, വീടിന്റെ ഹിസ്റ്ററി ചോദിക്കണം. നീ വീട് വാങ്ങാനോ വാടകയ്ക്ക് എടുക്കാനോ നോക്കുകയാണെങ്കിൽ എപ്പോഴും അതിന്റെ ഹിസ്റ്ററി ചോദിക്കണം. മാർക്കറ്റ് വിലയേക്കാളും കുറഞ്ഞ പൈസക്കാണ് നമുക്ക് വീട് കിട്ടുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാവും. നേത്തൻ അത് ചെയ്തില്ല. താൻ കഷ്ടപ്പെടാതെ തന്നെ പ്രപഞ്ചം തനിക്ക് തന്നൊരു ഭാഗ്യമാണ് അത് എന്നാണ് അവൻ വിചാരിച്ചത്. അവൻ പെട്ടെന്ന് തന്നെ ആ ഓഫർ സ്വീകരിച്ചു. കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ അവരങ്ങോട്ട് താമസം മാറുകയും ചെയ്തു. അവർക്ക് സാധനങ്ങൾ മാറ്റാൻ സഹായിക്കാൻ ഞാനും ആ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള വീടായിരുന്നു. ആദ്യമെല്ലാം സ്മൂത്ത് ആയിട്ടാണ് പോയത്. പക്ഷെ പെട്ടെന്ന് തന്നെ നേത്തൻ ചില വിയേർഡായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. വീടിന്റെ എല്ലാ ഭാഗത്തു നിന്ന് കേൾക്കുന്ന തരം ഈ ഡോറിൽ തട്ടുന്ന ശബ്ദമായിരുന്നു തുടക്കം. അതെവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ അവന് പറ്റിയില്ല. ഓരോ തവണയും ഓരോ സ്ഥലത്തു നിന്നായിരുന്നു അത് കേട്ടോണ്ടിരുന്നത്. അവസാനം പഴയ വീടല്ലേ, അതിൻ്റെ എന്തെങ്കിലും ശബ്ദമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവനത് വിട്ടു. പക്ഷെ അത് വെറും തുടക്കം മാത്രമായിരുന്നു. റൂൾ നമ്പർ 2, നിന്റെ ഗട്ട് ഫീലിങ്ങിനെ വിശ്വസിക്കുക. നിന്റെ വീടെന്ന് പറയുന്നത് നിനക്ക് ഏറ്റവും കംഫർട്ട് തോന്നേണ്ട സ്ഥലമാണ്. അവിടെ നിനക്ക് ചെറിയൊരു അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ, അത് മാറുന്നില്ലെങ്കിൽ നീ അത് ശ്രദ്ധിക്കണം. നിനക്കൊരു മുന്നറിയിപ്പ് തരാൻ നിന്റെ സബ് കോൺഷ്യസ് മൈൻഡ് ശ്രമിക്കുന്നതാവാം അത്. നേത്തൻ ആ ശബ്ദങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യാൻ നോക്കി. അത് ഏതെങ്കിലും പൂച്ചയായിരിക്കുന്നോ മറ്റും പറഞ്ഞ് അവൻ അവന്റെ വൈഫിനെയും സമാധാനിപ്പിച്ചു. പേടിച്ചു വന്ന പിള്ളേരെയും ആശ്വസിപ്പിച്ചു. അവർക്ക് 2 ബ്ലാക്ക് ലാബ്സ് ഉണ്ടായിരുന്നു, റസ്റ്റി എന്നും സെയിലർ എന്നും. അങ്ങോട്ട് താമസം മാറിയത് മുതൽ ആ 2 ഡോഗ്സും ഭയങ്കര ആങ്സൈറ്റിയിലായിരുന്നു. നേത്തൻ അവരെ റിലാക്സ് ചെയ്യിക്കാൻ വേണ്ടി കുറെ മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കൊടുത്തെങ്കിലും ഒന്നും ശരിയായില്ല. റൂൾ നമ്പർ 3, നിന്റെ പെറ്റ്സിനെയും വിശ്വസിക്കുക. നിന്റെ ഇൻസ്റ്റിങ്ക്റ്റ് പോലെ തന്നെ നിന്റെ പെറ്റ്സിനെയും വിശ്വസിക്കണം. മനുഷ്യരെക്കാൾ വലിയ ഇൻസ്റ്റിങ്ക്റ്റ് മൃഗങ്ങൾക്കുണ്ട്. അപകടം മണത്തറിഞ്ഞിട്ടും അതിലേക്ക് നടന്നു ചെല്ലുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണെന്ന് പറയുന്നുണ്ട്. മൃഗങ്ങൾക്ക്
പ്രത്യേകിച്ച് പട്ടികൾക്കും പൂച്ചകൾക്കും ഈ സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും. അവര് വെറുതെ ശൂന്യതയിലേക്ക് നോക്കി കുരയ്ക്കോ അല്ലെങ്കിൽ വീടിന്റെ ഏതെങ്കിലും പ്രത്യേക ഭാഗത്ത് തുറച്ചു നോക്കി നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ നീ അത് കാര്യമായിട്ട് എടുക്കണം. നിനക്ക് കാണാൻ പറ്റാത്ത എന്തോ ഒന്ന് അവർ കാണുന്നുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോവായിരുന്നു. രണ്ടാമത്തെ പട്ടി, അതായത് പ്രായം കൂടിയ റസ്റ്റി, എല്ലാ രാത്രിയിലും മണിക്കൂറുകളോളം ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. എന്തോ ഒന്നിനെ കാവൽ നിൽക്കുന്നത് പോലെയാണ് നെയ്ത്തിന് തോന്നിയത്. പലപ്പോഴും റസ്റ്റി പെട്ടെന്ന് ഭയങ്കര ദേഷ്യത്തിൽ കുരയ്ക്കാനും മുരളാനും തുടങ്ങും. നെയ്ത്തനോടി ഹാളിൽ വരുമ്പോൾ അവിടെ ഒന്നും കാണില്ല. പട്ടിക്ക് വല്ല അസുഖമാണോ എന്ന് പേടിച്ച് അവൻ വെറ്റിനറി ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. പക്ഷെ പട്ടിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അതേസമയം പ്രായം കുറഞ്ഞ പട്ടി സെയിലർ മേസന്റെ കട്ടിലിന്റെ സൈഡിലായിരുന്നു ഉറക്കം. പാവം, ആ കൊച്ചു പയ്യൻ രാത്രിയിൽ ഭയങ്കരമായ പേടി സ്വപ്നങ്ങൾ കാണും. അവൻ നിലവിളിച്ചുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ സെയിലർ അവനെ ആശ്വസിപ്പിക്കാൻ കൂടെ ഉണ്ടാവും. ഇതാണ് അടുത്ത റൂൾ നമ്പർ 4. പേടി സ്വപ്നങ്ങളെ സൂക്ഷിക്കാം. ചെറിയ കുട്ടികൾ മൃഗങ്ങളെ പോലെയാണ്. മുതിർന്നവർക്ക് കാണാൻ പറ്റാത്ത പലതും അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഇതിലൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ കുട്ടികൾക്ക് ആങ്സൈറ്റി കൊണ്ടോ മറ്റു മാനസിക സമ്മർദ്ദം കൊണ്ടോ ഒക്കെ പേടി സ്വപ്നങ്ങൾ വരാം. പക്ഷെ ഒരു പുതിയ വീട്ടിലേക്ക് മാറി ഉടനെയാണ് ഇത് തുടങ്ങുന്നതെങ്കിൽ നീ അതീവമായിട്ട് ജാഗ്രത പാലിക്കണം. മേസൻ കണ്ട സ്വപ്നങ്ങൾ അത്രയ്ക്കും ഭീകരമായിരുന്നു. അവൻ എപ്പോഴും ഒരു ബ്ലറി മാൻ, അതായത് വ്യക്തമല്ലാത്തൊരു രൂപത്തെ പറ്റി പറയായിരുന്നു. അവൻ ഉറങ്ങുമ്പോൾ ആ രൂപം വന്ന് ചെവിയിൽ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ പറയത്ര. ചിലപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ പോലും നിഴലുകളോ അല്ലെങ്കിൽ പുറത്തെ കാടിന്റെ സൈഡിലൊക്കെ ആ രൂപത്തെ അവൻ കണ്ടിട്ടുണ്ട്. നെയ്ത്തനും വൈഫും വിചാരിച്ചത് അവന് വല്ല ഷിസോഫ്രേനിയാണെന്നാണ്. പക്ഷെ ഡോക്ടർമാർ അതല്ലെന്ന് കൺഫേം ചെയ്തു. അവരവന് സ്ലീപ്പിംഗ് പിൽസും മറ്റും കൊടുത്തു നോക്കി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നെയ്ത്തന്റെ മകൾ നത്താലിക്കും ഇതേ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. റൂൾ നമ്പർ 5. ആത്മാവ് ഏതാണെന്ന് തിരിച്ചറിയാൻ നോക്കുക. നിന്റെ വീട്ടിൽ രാത്രി കുട്ടികൾ ഓടുന്ന ശബ്ദമോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ വെളിച്ചം വട്ടം കറങ്ങുന്നതൊക്കെയാണ് കാണുന്നതെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. അവരത്ര ഡേഞ്ചറസ് അല്ല. ചിലരൊക്കെ ഇത്ര സ്പെക്ട്രൽ റൂംമേറ്റ്സിന്റെ കൂടെ എൻജോയ് ചെയ്ത് ജീവിക്കാറുണ്ട്. ആഗ്രഹം പൂർത്തിയാക്കാതെ മരിച്ചു പോയവര് ഒരു തരം പുർഗേറ്ററിൽ കുടുങ്ങി പോകുന്നതാണെന്നാണ് പലരും വിശ്വസിക്കുന്നത്. അവർ ചിലപ്പോൾ കൺഫ്യൂഷനിലോ ദേഷ്യത്തിലോ ഒക്കെ ആവാം. പക്ഷെ കൊച്ചു പിള്ളേരുടെ ആത്മാക്കളാണെങ്കിൽ അവർ ഭയങ്കര ആക്റ്റീവായിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ പേടി തോന്നുമെങ്കിലും അവരത്രയും ഡേഞ്ചറസ് അല്ല. പക്ഷെ ഇതിന് മറ്റൊരു വശമുണ്ട്. റൂൾ നമ്പർ 6. ശരീരത്തിൽ പാടുകൾ കണ്ട അവിടെ നിന്ന് മാറിക്കോ. നിന്റെയോ നിന്റെ ഫാമിലി മെമ്പേഴ്സിന്റെയോ ശരീരത്തിൽ കാരണമില്ലാതെ മുറിവുകളോ ചതവുകളോ കാണുകയാണെങ്കിൽ അത് നിസ്സാരമായിട്ട് കാണരുത്. അതൊരു വലിയ റെഡ് ഫ്ലാഗ് ആണ്. നീ ഉറങ്ങുമ്പോൾ നിന്നെ ആരോ അറ്റാക്ക് ചെയ്യുന്നത് പോലെ തോന്നുകയും ശരീരത്തിൽ മാന്തിയ പാടുകളോ മുറിവുകളോ ആയിട്ടാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട, ആ വീട് വിട്ടിറങ്ങിക്കോ. ശാരീരികമായി ഉപദ്രവിക്കാൻ ശേഷിയുള്ള ആത്മാക്കള് വല്ല പിശാചുക്കളും ആയിരിക്കും. അതുപോലും ചെറിയ കാര്യം. അതിലും ഭീകരായ ചില എൻറ്റിറ്റീസ് ഉണ്ട്. അവരെ നേരിടാൻ എൻ്റെ ഈ റൂൾസ് ഒന്നും തികയില്ല. നത്താലിയുടെയും മേസിന്റെയും ശരീരത്തില് മാന്തിയ പാടുകളും കടിയേറ്റതുപോലെയുള്ള അടയാളങ്ങളും വന്നു തുടങ്ങി. നേത്തന്റെ വൈഫ് ജെയിനിനും ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നു. സ്കൂളിലെ ടീച്ചർമാർ ഇത് കണ്ടപ്പോൾ വിചാരിച്ചത് വീട്ടിലാരോ പിള്ളേരെ അബ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാ. സോഷ്യൽ സർവീസ് ഒന്ന് പിള്ളേരെ കൊണ്ടുപോകുമെന്ന് പേടിപ്പിച്ചപ്പോഴാണ് നേത്തൻ അവരവിടെ നിന്ന് മാറ്റാൻ സമ്മതിച്ചത്. ജെയിനും പിള്ളേരും അവളുടെ അമ്മയുടെ അടുത്തേക്ക് മാറി. നേത്തൻ പട്ടികളുമായി ആ വീട്ടിൽ ഒറ്റയ്ക്കായി. റൂൾ നമ്പർ 7. കാര്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയുക. വീട്ടിൽ പ്രേതമുണ്ടെന്ന് ഒരു ഫ്രണ്ടിനോട് പറയാൻ മടി തോന്നും. പക്ഷെ അത് ഉള്ളിൽ ഒതുക്കുന്നതിനേക്കാൾ നല്ലത് ആരുടെയും പറയുന്നതാണ്. ഈ മോഡേൺ കാലത്ത് ആരും ഇതൊന്നും വിശ്വസിക്കില്ല. സിനിമയിലും ഗെയിമിലൊക്കെ നമ്മളിത് കാണുമെങ്കിലും ഒരാൾ നേരിട്ട് പറഞ്ഞാൽ നമ്മൾ കളിയാക്കും. സയൻസും ടെക്നോളജിയും നമ്മളെ സുരക്ഷിതരാക്കി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ അതൊരു മണ്ടത്തരാണ്. നേത്തൻ ഈ റൂളും തെറ്റിച്ചു. പ്രശ്നങ്ങൾ കൂടുന്തോറും അവൻ എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. വീട്ടിലാരും അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞ് അവൻ പലതവണ പോലീസിനെ വിളിച്ചു. പക്ഷെ അവര് വരുമ്പോ ഒന്നും കാണില്ല. അവസാനം പോലീസ് അവനെ ബ്ലാക്ക് ലിസ്റ്റിലിട്ടു. ഇനി വെറുതെ വിളിച്ച കേസ് എടുക്കുമെന്ന് വാണിംഗ് കൊടുത്തു. സ്വന്തം വീട്ടുകാരോടോ അനിയനോടോ കൂട്ടുകാരോടോ ഒന്നും കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് പകരം നേത്തൻ പതുക്കെ അവരിൽ നിന്നൊക്കെ അകന്നു മാറി. അവൻ ഭയങ്കര നെർവസും പാരനോയിഡായി മാറി. വേണ്ടപ്പെട്ടവർ വിളിച്ചാലോ മെസ്സേജ് അയച്ചാലോ അവൻ മറുപടി കൊടുക്കാതെയായി. ബന്ധങ്ങളെല്ലാം കട്ട് ചെയ്തതോടെ കാര്യങ്ങൾ വല്ലാതെ വഷളായി. ഇനി അടുത്ത 2 റൂളുകൾ ഏതാണ്ട് ഒരുപോലത്തെയാണ്, പക്ഷെ ഒന്ന് കുറച്ച് എക്സ്ട്രീം ആണെന്ന് മാത്രം. റൂൾ നമ്പർ 8.
ഒരു ക്ലെൻസിങ് ചെയ്യുന്നത് കൊണ്ട് ദോഷമില്ല. വീട്ടിലെന്തോ പന്തികേടുണ്ടെന്ന് തോന്നിയാൽ അതൊന്ന് ശുദ്ധീകരിക്കുന്നത് നല്ലതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് ആരും പ്രേതത്തെയും സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളൊന്നും അത്ര കാര്യമായിട്ട് എടുക്കില്ല. പക്ഷെ അത് നിന്നെ പിന്നോട്ട് വലിക്കരുത്. നിനക്ക് ആ വീട്ടിൽ എന്തെങ്കിലും പേടി തോന്നുന്നുണ്ടെങ്കിൽ ഒരു റുട്ടീൻ ക്ലെൻസിങ് ചെയ്യുന്നത് നല്ലതാണ്. നിന്റെ ടൗണിൽ തന്നെ ഇതിനൊക്കെ സഹായിക്കുന്ന അച്ഛന്മാരോ പൂജാരിമാരോ മീഡിയംസോ ഒക്കെ ഉണ്ടാവും. ആരെയും കിട്ടിയില്ലെങ്കിൽ ഓൺലൈനിൽ നോക്കി സെൽഫായിട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ എടുത്താലും മതി. അത് ഇത്ര എഫക്റ്റീവ് ആയിരിക്കില്ല എങ്കിലും ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലതല്ലേ. റൂൾ നമ്പർ 9: അപകടം മണത്ത ഒരു എക്സോസിസം നടത്തുക. നീ ശരിക്കും അപകടത്തിലാണ് എന്ന് തോന്നിയ എക്സോസിസം തന്നെ ചെയ്യണം. ആരും ചെയ്യാൻ ആഗ്രഹിക്കാത്ത സ്റ്റെപ്പാണിത്, പക്ഷെ ഗതികെട്ട ഇത് തന്നെ ചെയ്യണം. നീ വിശ്വാസി അല്ലെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളിൽ സഹായിക്കാൻ അറിയാവുന്ന സ്പിരിച്വൽ ലീഡേഴ്സിനെ തന്നെ സമീപിക്കണം. നേത്തൻ ഇതിന് ശ്രമിച്ചിരുന്നു എന്ന് ചില തെളിവുകൾ പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അത് വർക്കാവാതെ പോയതെന്ന് അറിയില്ല. ചിലപ്പോൾ അവസാന നിമിഷം അവൻ തന്നെ സംശയിച്ച് പിന്മാറിയതായിരിക്കാം. അല്ലെങ്കിൽ അവന്റെ ഈഗോ കാരണം തനിക്ക് തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. നേത്തൻ കുറെ നാളായി തെളിവുകൾ ശേഖരിക്കുന്നുണ്ടായിരുന്നു. ഭിത്തിയിൽ തട്ടുന്നതും തട്ടിമ്പുറത്താരം നടക്കുന്നതായ ശബ്ദങ്ങൾ അവന് ഓഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. കുറെ വീഡിയോസ് എടുത്തു. പക്ഷെ അവസാനത്തെ വീഡിയോ ഒഴികെ ബാക്കിയൊന്നിലും ഒന്നും കണ്ടില്ല. അപ്പോഴേക്കും ലേറ്റ് ആയിരുന്നു. അവന്റെ ജേർണലിൽ എഴുതിയത് പ്രകാരം വീട്ടിലെ സാധനങ്ങൾ വായുവിൽ ഉയരുന്നത് അവൻ കണ്ടിട്ടുണ്ടത്രേ. പക്ഷെ അതിന് റെക്കോർഡ് ചെയ്ത പ്രൂഫ് ഒന്നുമില്ല. റൂൾ നമ്പർ 10: ആത്മാവിനെ വെല്ലുവിളിക്കാൻ പോകരുത്. ഇതാണ് ഏറ്റവും വലിയ റൂൾ. ഇത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എങ്കിലും ഈ ആത്മാക്കളെ ദേഷ്യത്തോടെ വെല്ലുവിളിക്കുകയോ അല്ലെങ്കിൽ മുന്നിലോട്ട് വരാൻ ചലഞ്ച് ചെയ്യുകയോ ചെയ്യുന്നത് ഭയങ്കര വലിയ മണ്ടത്തരാണ്. പക്ഷെ നേത്തൻ അവന്റെ അമിതമായ ടെസ്റ്റോസ്ട്രോൺ പവർ കാരണം അത് തന്നെ ചെയ്തു. ഒരു ദിവസം രാത്രി അവൻ നല്ലോണം വെള്ളം അടിച്ച് ഈ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർത്തിരിക്കുകയാണ്. അവനൊരു സ്കെപ്റ്റിക് ആയിരുന്നെങ്കിലും അവന്റെ ഫാമിലിക്കുണ്ടായ മെന്റൽ ട്രോമയെ കുറിച്ച് ഓർത്ത് അവന് നല്ല ദേഷ്യം വന്നു. അവന്റെ ഭാര്യയും കുട്ടികളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ആ ബോണ്ട്, അത് ഭയങ്കര മോശമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ആ വീട് ഒരു എനിമിയായി മാറി. ദേഷ്യം വന്ന നേത്തൻ എഴുന്നേറ്റ് നിന്ന് ആ ശൂന്യമായ വീടിനോട് അലറി വിളിച്ചു. ആത്മാവിനെ വെല്ലുവിളിച്ചു. നേരിട്ട് വരാൻ പറഞ്ഞു. പക്ഷെ മറുപടിയായി നിശബ്ദത മാത്രമായിരുന്നു. അവൻ വീണ്ടും വീണ്ടും വെല്ലുവിളിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല. അവസാനം അവൻ തന്നെ ഒന്ന് സ്വയം ചിരിച്ചു കാണും, ഞാൻ എന്ത് വിഡിത്താണ് കാണിക്കുന്നത് എന്ന് ഓർത്തിട്ട്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആരും അങ്ങനെ ആയിരുന്നില്ല ചിന്തിച്ചത്. കുറച്ചു കഴിഞ്ഞ് അവൻ പോയി കിടന്നു. പെട്ടെന്ന് തന്നെ ഉറങ്ങി. തെളിവ് കിട്ടാൻ വേണ്ടി അവൻ റൂമിൽ ഒരു സെക്യൂരിറ്റി ക്യാമറ വെച്ചിരുന്നു. അന്ന് രാത്രി 2:13 ക്യാമറയിൽ ചിലത് കണ്ടു. നേത്തൻ ഉറക്കത്തില് അസ്വസ്ഥമായി എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവന്റെ കണ്ണുകൾ വൈഡായിട്ട് തുറന്നു. അവൻ എഴുന്നേക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ശരീരം അനക്കാൻ പറ്റുന്നില്ല. ഒരു തരം സ്ലീപ്പ് പാരാലിസിസ് വന്ന അവസ്ഥ. അവന്റെ കണ്ണുകള് റൂമിന് ചുറ്റും ഇങ്ങനെ പായുന്നുണ്ടായിരുന്നു. പിന്നെ ആ വീഡിയോയിൽ കണ്ടത് ആർക്കും വിശദീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. റൂമിന്റെ വാതില് പതുക്കെ തുറന്നു. പുറത്തെ ഹാള് അത്രയ്ക്കും ഇരുട്ടായിരുന്നു. നേത്തന്റെ നെഞ്ച് പേടി കൊണ്ട് ഇടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഹാളിൽ എന്തോ അനങ്ങുന്നത് കണ്ടു. ആദ്യം വെളിച്ചത്തിന്റെ എന്തോ ഒരു മായാണെന്ന് തോന്നിയെങ്കിലും ഒരു കൈ വാതിലിനുള്ളിലേക്ക് വരുന്നത് കണ്ടു. ഭയങ്കര വ്യക്തമായ ഒരു കൈ, ഒരു നീളമുള്ള ഇരുണ്ട രൂപം റൂമിലേക്ക് നടന്നു വന്നു. വാതിലിന്റെ അത്രയും പൊക്കമുള്ള ആ രൂപത്തിന് മുഖമോ കണ്ണുകളോ ഇല്ലായിരുന്നു. നേത്തന്റെ അത്രയും ഭീകരമായ സ്വപ്നങ്ങളിൽ നിന്നുള്ള ഒരു സാധനം പോലെ. പാവ നേത്തൻ പേടിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പാരലൈസ് ആയതുകൊണ്ട് അവന് ഓടാനോ ഫൈറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റിയില്ല. അത് ശരിക്കും ആരെയും മരവിപ്പിച്ച് കളയുന്ന തരം ഒരു കാഴ്ചയായിരുന്നു. ആ രൂപം അവന്റെ അടുത്തേക്ക് വരുന്നത് നോക്കി നിൽക്കാനല്ലാതെ അവന് വേറെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ സാധനം അവന്റെ കട്ടിന്റെ കാലിന്റെ അവിടെ വന്ന് നിന്ന് 1 മിനിറ്റോളം അവനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. പേടിച്ച് ശ്വാസം കിട്ടാതെ നേത്തൻ പെടയായിരുന്നു. ഒരു തവണ പോലും അവനൊന്നും കണ്ണു ചിമ്മിയില്ല. പെട്ടെന്ന് ആ രൂപം അവന്റെ മുഖത്തിന്റെ തൊട്ടടുത്ത് വന്ന് എന്തോ പറഞ്ഞു. ക്യാമറയുടെ മൈക്കിന് പിടിച്ചെടുക്കാൻ പറ്റാത്ത അത്രയും ചെറിയ ശബ്ദമായിരുന്നു അത്. പക്ഷെ എന്തായാലും അത് കേട്ടിട്ട് നേത്തന് സമാധാനമൊന്നും തോന്നിയിട്ടുണ്ടാവില്ല. പെട്ടെന്ന് ആ രൂപം അതിൻ്റെ വ്യക്തമായ കൈകൾ കൊണ്ട് നേത്തൻ്റെ കഴുത്തിൽ പിടിച്ചമർത്തി. ഒരു മലമ്പാമ്പ് ഇരയെ ചുറ്റുന്നത് പോലെ. ആ തളർന്ന അവസ്ഥയിൽ നേത്തനൊന്ന് ചെറുക്കാൻ പോലും പറ്റിയില്ല. 1 മിനിറ്റിനുള്ളിൽ അവൻ്റെ നെഞ്ചിൻ്റെ ഇടുപ്പ് സ്റ്റോപ്പായി. കണ്ണുകൾ അനങ്ങാതെയായി. ആ എൻറ്റിറ്റി അതിൻ്റെ കൈകൾ പിൻവലിച്ച് അവനെ ഒന്ന് നോക്കി.
എന്നിട്ട് ആ വീഡിയോ കാണാൻ പോകുന്നവരെ നോക്കി കളിയാക്കുന്നത് പോലെ ആ സാധനം ക്യാമറയിലേക്ക് നോക്കി പിന്നെയും എന്തോ മന്ത്രിച്ചു. അത് വന്നതുപോലെ തന്നെ മുറിയിൽ നിന്നിറങ്ങി ആ ഇരുട്ടിലേക്ക് പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഭാര്യ ജെയിൻ വീട്ടിലേക്ക് വന്നപ്പോഴാണ് നേത്തനെ മരിച്ച നിലയിൽ കണ്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വീഡിയോയിൽ കണ്ട പോലെയും നേത്തൻ മരിച്ചത് ശ്വാസം മുട്ടിയാണെന്നാണ് റിപ്പോർട്ട് വന്നത്. പോലീസ് അവിടെ എല്ലാം തെരഞ്ഞു. ചില കാൽപ്പാടുകളൊക്കെ കിട്ടിയെങ്കിലും അത് നേത്തന്റെ തന്നെ ബൂട്ട്സ് ആയിരുന്നു. സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ കൊണ്ടാണ് നേത്തൻ മരിച്ചതെന്ന് പോലീസ് വിശ്വസിക്കാൻ തയ്യാറായില്ല. അവർ അയൽക്കാരെയും ഫ്രണ്ട്സിനെയും എല്ലാം ചോദ്യം ചെയ്തു. എനിക്കും ഒരു ചെറിയ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ജെയിൻ എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയതുകൊണ്ട് അവർക്ക് എന്നെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതൊക്കെ കൂളായി ഹാൻഡിൽ ചെയ്തു. നേത്തൻ എൻ്റെ ഫ്രണ്ട് ആയിരുന്നല്ലോ. അവനത്ര നല്ല ഫ്രണ്ട് ആയിരുന്നില്ല എങ്കിലും സ്വന്തം ഫ്രണ്ടിന്റെ ഗേൾ ഫ്രണ്ടിനെ അടിച്ചു മാറ്റുന്നവനൊക്കെ എന്ത് തരം ഫ്രണ്ടാ? എന്തായാലും എനിക്ക് നല്ല ആലിബൈ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോലീസ് എന്നെ വിട്ടു. ഇതാണ് എൻ്റെ അവസാനത്തെ റൂൾ നമ്പർ 11. നിന്റെ വീട് പ്രേതാലയമാണ് എന്ന് ഉറപ്പിക്കുന്നതിന് മുൻപ് ബാക്കി എല്ലാ സാധ്യതകളും പരിശോധിക്കുക. നേത്തൻ കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവൻ എന്നും ജീവനോടെ ഉണ്ടായേനെ. തട്ടിൻപുറത്ത് ഒളിപ്പിച്ചു വെച്ച ആ ചെറിയ സ്പീക്കർ അവൻ കണ്ടുപിടിച്ചേനെ. ആ തട്ടുന്ന ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചത് അവൻ്റെ എയർ ഡക്റ്റിൽ നിന്ന് ചെറിയ അളവിൽ ഹാലൂസിനോജനിക് ഡ്രഗ്സ് വരുന്നത് അവൻ കണ്ടേനെ. പട്ടികളെ പേടിപ്പിക്കാൻ വെച്ച ഡോഗ് വിസിൽ അലാം അവൻ കണ്ടേനെ. അവൻ സ്വന്തം ശരീരം ഒന്ന് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ബോധം പോകാതെ തന്നെ ശരീരം തളർത്തുന്ന ആ ടോക്സിൻ അവൻ കണ്ടുപിടിച്ചേനെ. ഇതൊന്നും സാധാരണ പോസ്റ്റ്മോർട്ടത്തിൽ തെളിയില്ല. പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടാൽ മാത്രമേ അത് ചെക്ക് ചെയ്യൂ. എങ്ങനെ നോക്കിയാലും ഇതിനൊക്കെ കാരണം നേത്തൻ തന്നെയാണ്. അവൻ കുറച്ചും കൂടി നല്ലൊരു മനുഷ്യനായിരുന്നെങ്കിൽ, മറ്റുള്ളവരെ കളിയാക്കാതിരുന്നെങ്കിൽ, ഇത്രയും അഹങ്കാരി അല്ലാതിരുന്നെങ്കിൽ, എല്ലാത്തിനുപരി അവൻ എൻ്റെ പുറകിലൂടെ വന്ന് എൻ്റെ ഗേൾ ഫ്രണ്ടിനെ തട്ടിയെടുത്ത് എൻ്റെ ജീവിതം തകർക്കാതിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ അവനെ സഹായിച്ചേനെ. ഇപ്പോൾ നീ ആലോചിക്കുന്നുണ്ടാവും ഇതെൻ്റെ കുറ്റസമ്മതമാണോ എന്ന്. ഹേയ്, ഒരിക്കലും അല്ല. നേത്തന് കാര്യങ്ങൾ എങ്ങനെ മാറ്റാമായിരുന്നു എന്നതിനെ കുറിച്ച് ഞാൻ തരുന്ന ചില സജഷൻസ് മാത്രമാണ് ഇത്. ഇതൊന്നും എനിക്കെതിരെയുള്ള തെളിവുകളല്ല. ഇനിയിപ്പോൾ ഇതൊരു കുറ്റസമ്മതമാണെങ്കിൽ തന്നെ ഇത് കാണുന്ന നീയും ഈ കൊലപാതകത്തിൽ പങ്കാളിയാവും. ആക്സസറി ടു മർഡർ. നമുക്കത് വേണ്ടല്ലോ. നീ ഇത് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് പരസ്പരം വിശ്വസിക്കാം. കാരണം IP അഡ്രസ്സ് കണ്ടുപിടിക്കാനുള്ള നല്ല സോഫ്റ്റ്വെയർ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. നിന്റെ വീടൊരു പ്രേതാലയമായി മാറാൻ നീ ആഗ്രഹിക്കുന്നില്ലല്ലോ അല്ലേ?